എന്ത് മക്കളെ ലച്ചുവേ, എനിക്ക് ഒരുപാട് കാര്യമുണ്ട്. നിങ്ങളെ ജംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. എനിക്കൊരു സ്ഥലം വരെ പോയി. ഞങ്ങൾ ജംഗ്ഷൻ ആക്കിയിട്ട് അച്ഛൻ എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഇവിടെ സൈറ്റ് വെണ്ണല സൈറ്റിൽ പോകണം. അത് പറ്റൂല. ഞങ്ങളുടെ കൂടെ അച്ഛൻ വരുകയും ചെയ്യും. അച്ഛൻ അവിടെ തന്നെ നിൽക്കുകയും വേണം. ഇപ്പൊ നിങ്ങളൊന്നും പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് പോർഷനാണ് മേഡത്തിന് മനസ്സിലാവാത്തതെന്ന് പറയാമോ? മൊത്തത്തിലൊന്നും മനസ്സിലാവുന്നില്ല. ഭാഗ്യം. ലച്ചുവേ, കൊച്ചിന് വഴി വെച്ച് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചോണ്ടെന്നാല ബാഗിൽ എടുത്തിട്ട്. അത് നല്ല ഐഡിയ കേട്ടോ. ഞാൻ ഇപ്പൊ വീടുന്നുണ്ട്. എനിക്ക് ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ല. പാറു, ഈ ഡ്രസ് നല്ല അടിപൊളിയാണെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ നീ ഇത് പറയണേ? എനിക്കറിഞ്ഞൂടാ. മകളെ വാ, നമ്മൾ സന്തോഷമായിട്ട് ജംഗ്ഷനിൽ പോയിട്ട് വരാം. ഒരു കാരണവശാലും എൻ്റെ മക്കൾ കരയില്ല കേട്ടാ. അച്ഛനും ചേച്ചിയും കൂടെ തന്നെ ഉണ്ടാവും. ജംഗ്ഷനിൽ പോകുന്നത് ഞാനെന്തിനാ അറിയുന്നത്? അത് പാറു, നമ്മളിപ്പോ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറെ ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ. അപ്പൊ സംസാരിക്കുമ്പോ കുഞ്ഞ് കരയരുതെന്നാണ് പറയുന്നത്. അവിടെ കാണുന്ന എല്ലാരും മോളുടെ ഫ്രണ്ട്സ് ആണ്. അതെ, ഇനി നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും. എനിക്ക് ഇഷ്ടമല്ല. അത് ഫ്രണ്ട്സിനെ കണ്ടതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. എനിക്ക് ബാത്റൂമിൽ പോണം. ഇപ്പഴാ? കള്ളി, നീ ചുമ്മാ പറയല്ലേ? നിനക്ക് മാത്രമേ പോണോ? പോണം. ചുമ്മാ അവിടെ തോന്നലച്ചാ. അതെ, ഈ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോഴേ എല്ലാം മാറും. വൈകുന്നേരം പോയല്ലോ. വൈകുന്നേരം പോയാൽ ശരിയാവില്ല. വൈകുന്നേരം എനിക്ക് എഞ്ചിനീയറെ കാണണം. അച്ഛനിപ്പം എഞ്ചിനീയറെ കാണാൻ പോ. വൈകുന്നേരം നമുക്ക് കറങ്ങാൻ പോ. ഇപ്പോൾ അവിടെ എഞ്ചിനീയർ ഇല്ലല്ലോ. വൈകുന്നേരം എഞ്ചിനീയർ ഉള്ളൂ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേട്ടാ. എന്റെ സ്വാമതി ഉണ്ടല്ലോ, അറിയാലേ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദരി, എന്നെ എവിടെ കൊണ്ടുവന്നത്? നിന്നെ എവിടെ കൊണ്ടുപോണത്? നിന്നെ എവിടെ കൊണ്ടുപോണത്? മക്കളെ ലച്ചു പറഞ്ഞു എവിടെ കൊണ്ടുപോണത്? എന്നെ കൂടെ ഒന്നും പറയാൻ വയ്യ. അച്ഛൻ തന്നെ പറ. നല്ല സ്ഥലത്തല്ലേ കൊണ്ടുപോണത്. ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലടാ ലച്ചു. അതെ, ഞാൻ പറഞ്ഞു കൊടുക്കാം എവിടെ പോകുന്നതെന്ന്. മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് കൊച്ചിന് പെട്ടെന്ന് മനസ്സിലാവും. മക്കളെ പാറുവേ, മക്കള് ഇന്ന് മുതല് സ്കൂളിൽ പോവാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ സ്കൂളല്ല, കിൻഡർ ഗാർഡൻ. അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവിടെ എല്ലാ ദിവസവും കളിയും ചിരിയും പൊളിയാണ്. എല്ലാ ദിവസവും കളിക്കാം. ഡാൻസും പാട്ടും മേളമൊക്കെയാണ്. എനിക്ക് സ്കൂളിൽ പോവണ്ട. പാറുവേ, എനിക്കിപ്പോ എന്റെ അമ്മയെ കാണണം. മക്കളെ പാറു എണീക്ക്. എന്നെ കൊണ്ടുപോകല്ലേ അച്ഛാ. മക്കൾക്ക് പഠിക്കണ്ടേ? എനിക്ക് പഠിക്കൊന്നും വേണ്ട. ചേട്ടാ എന്നെ കൊണ്ടുപോകല്ലേ ചേട്ടാ. അങ്ങനെ പറയല്ലേ. എന്തായാലും കുഞ്ഞ് സ്കൂളിലൊക്കെ പോണ്ടല്ലേ. ഇത് കിൻഡർ ഗാർഡൻ ആണ്. ഒരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് അവിടെ കളിക്കാണ്. നിനക്ക് ഫുൾ ടൈം അവിടെ കളിക്കാം. ആന കുതിര കഴുത മരപ്പട്ടി കണ്ട അവിടെ. മരപ്പട്ടിയാ? വിളിച്ചിട്ട് പാടേ. ഒരു കുഴപ്പമില്ല. അച്ഛനും ചേച്ചിയും കൂടെ വരല്ലേ. എനിക്ക് വാ. എത്ര ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ദിവസവും പോകാൻ വേണം. അച്ഛാ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പരിപാടി നാളെ വല്ലോ? നാളെ ഒന്നും വേണ്ട. നാളെ നീണ്ടങ്ങ് പോകും. അങ്ങോട്ട് വരണമില്ലേ? നാളെ ഇതിനെ സ്ഥിതി. നാളെയും പറയാം നാളെ പോവാന്ന്. കേട്ടോ കൊച്ചു, നീ വാ. നീ ഇവിടെ നില്ലേ. ഇങ്ങോട്ട് വാ. നിന്നെ ചതിച്ച് കൊല്ലാൻ കൊണ്ടുപോകണം. അങ്ങോട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വാ കുഞ്ഞാ, അവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ടീച്ചേഴ്സ്. അവള് കുഞ്ഞിനോട് കളിക്കുകയൊക്കെ ചെയ്യും. നിനക്ക് രണ്ടടി കിട്ടാതെ കുറവുണ്ട്. വാ അങ്ങോട്ട്. അച്ഛാ, വഴക്ക് പറയണ്ട അച്ഛാ. പിന്നെ വഴക്ക് പറയാതെ എന്ത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. റിസ്ക് എടുത്തേ പറ്റുള്ളൂ. നിന്റെ അമ്മ വരട്ട്. അവൾ ഓഫീസിൽ പോയിട്ടില്ലേ? ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മയില്ലാത്തത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ അമ്മയുടെ ഒന്നും കിട്ടിയത് രണ്ടെണ്ണം. നടക്ക്. സന്തോഷമായിട്ടോടാ. തിരിച്ചോടാ. സ്കൂളിൽ പോകണം.